അച്ഛൻ്റെ അമ്മയുമായി ഇവിടെ ഉള്ളത്. ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കുരുടൻ ഇതുവഴി ഇങ്ങനെ വഴിയെ പോയി ഒരു ചോതി എന്ന് പറയുന്ന ഓട്ടോയെ കയറിപ്പോയി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കുരുടൻ ഇവനങ്ങ് അഭിനയിച്ച് ഏതോ കുരുടന്മാർ ഇവിടുന്ന് പോന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്മ ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവരല്ലേ ഇവിടെ കൂടെ പോയി എന്തോ ചോതിയെ കയറിപ്പോയത്. ചോതി അവനാ ഞാൻ കണ്ടവനാ. ഓട്ടോ ഇവിടുന്നല്ലേ പോയത്? ഓട്ടോ ഇവിടുന്നാ പോയത്. ചോതി ഓട്ടോ. ഇവനാ സുബ്രഹ്മണ്യൻ. ഇവിടുന്ന് ആരും അല്ലല്ലോ പോയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരും പോയില്ലല്ലോ. പിന്നെന്തോ അതേ ഉള്ളു. ഇവിടുന്ന് ആരും പോകാറില്ലെങ്കും. ഇവനിങ്ങനെ ഇതുവഴി ഇങ്ങനെ പോകുന്നതാണ്. ഇങ്ങനെ ഇവൻ ഇങ്ങനെ കഥ ഉണ്ടാക്കും. ഇവിടുന്ന് പോയി ആരാണ്ട് ആണുങ്ങൾ എൻ്റെ കഥകളാ. കഥ ഇങ്ങനെ പിന്നെ ഇവിടുന്ന് ആരും പോയില്ലെന്ന് എനിക്കറിയാം. പിന്നെ അങ്ങനെ എന്തുവാ സോമരാജൻ എന്ന് പറയുന്ന അങ്ങനെ അവിടെ പോയി കഥ പറഞ്ഞത് എന്തുവാ ഞാൻ അവൻ്റെ സുബ്രഹ്മണ്യൻ്റെ മോനെ ഭർത്താവാക്കി വെച്ചെന്നാ പറഞ്ഞത്. അങ്ങനെ കുറെ കഥകൾ പറയുന്ന കുറെ ഇതുണ്ട്. സുബ്രഹ്മണ്യന്റെ മോനെ ഒന്നും എനിക്ക് ഭർത്താവാക്കി വെക്കേണ്ട കാര്യമില്ല. ഇത് സതയമന്ദിരം അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ കുറെ നമ്മൾക്ക് നമ്മുടെ അകത്ത് ഇരിക്കുന്നതേണ്ട ഇവിടെ പൂട്ടിയിട്ടേക്കുവാ. എന്നാലും ഇങ്ങനെ കഥകളാ, പല പല കഥകൾ. ഇവിടെ ആരാണ്ട് ആണുങ്ങൾ ഇരിക്കുന്നു, മറ്റേതാ മറിച്ചേതാ, കുറെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. പിന്നെ തനിനിറ കഥകൾ, കുറെ തനിനിറം വായിച്ച് നടക്കുന്ന ഇവളുമാരെ എന്തുവാ തനിനിറം എഡിറ്റർമാരും തനിനിറം വായനയും തനിനിറത്തിനകത്തെ ഡിഗ്രിയൊക്കെ തനിനിറം ഡിഗ്രിയൊക്കെ കൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട് ഇവിടെ. എന്തുവാ തനിനിറം എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ വായിച്ചിട്ടില്ല ഇത് എന്തുവാന്നുള്ളത്. എന്തുവാന്നറിയത്തില്ല ഈ തനിനിറത്തിനകത്തെന്ന് പറഞ്ഞുകൊണ്ടുള്ളതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വടക്കയിലെ സൽപ്പകവല്ലി എന്ന് പറയുന്നവൾ പഠിക്കാൻ പോയ കാലം മുതലേ തനിനിറം വായനയായിരുന്നു ജോലി. ഇപ്പോഴത്തെ ബ്ലൂവിന് പകരം ഉള്ളതാന്ന് തോന്നുന്നു. ബ്ലൂ ഫിലിമിന് പകരം. നമ്മുടെ അപ്ലോഡ് ചെയ്യാതിരിക്കുക, ചെയ്യിക്കാതിരിക്കുക, അങ്ങനെ പല പല വേലകളാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യിക്കാതിരിക്കുക, അങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മൾ കാശ് കൊടുക്കുന്ന നെറ്റ് ഇങ്ങനെ എപ്പോഴും എന്തുവാ റിട്രീവിങ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കുക. പിന്നെ നമ്മളിവിടെ അല്ല, നമ്മൾക്കെങ്ങും പോകാനൊക്കത്തില്ല. നമ്മൾ പോയ വഴി എങ്ങാണ്ട് പോവുക. പിന്നെ പാതിരാത്രിക്ക് കുറേ എണ്ണം പെണ്ണുങ്ങളെയും കൊണ്ട് ഓരോ അവന്മാർ വന്നേച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയുടെ അവിടോട്ട് കൊണ്ട് വിട്ടേച്ച് പോവുക. ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല. കുന്നു തറയല്ലേ ഏതോ അവനാ വന്ന് പോയെന്ന് പറയുന്നത് കേട്ട്. ഇങ്ങനെ പലരെയും ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടോട്ട് വിടുക. എന്തുവാ ഒന്നും അറിയത്തില്ല. നേരത്തെ ഒരു പെമ്പളയായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. അപ്പം പെമ്പള കേട്ടോ അമ്മേ തൊഴിലുറപ്പിന് പോവാന്നാ പറയുന്നത് നമ്മുടെ എല്ലാം. അത് ഇന്നാ അറിഞ്ഞത്. പെമ്പള തൊഴിലുറപ്പിന് പോവാന്നാ എല്ലാവരോടും പറഞ്ഞേന്ന് അവിടെയൊക്കെ. പെമ്പള രാവിലെ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഇവൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ്. ഇവൻ്റെ കൂടെ വന്ന് ഈ സിറ്റ് ഔട്ടിൽ കയറി ഇരിപ്പാ ഇവിടെ ജോലി എന്നുള്ളത്. തൊഴിലുറപ്പ് ഒന്നും അല്ല. ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇങ്ങനെ ആൾക്കാരോട് അവിടെയൊക്കെ പറഞ്ഞേക്കുന്നത് ഇവിടെ തൊഴിലുറപ്പിന് പോവാന്ന് ഈ കള്ളി. സുബ്രഹ്മണ്യൻ്റെ വീട്ടിൽ ഉറപ്പിന് പോവുക എന്തായാലും. എന്തുവാ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ വന്ന് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ തൂക്കുന്ന കാണാം, എന്നിട്ട് അവിടെ കുത്തി ഇങ്ങനെ ഇരിക്കുന്നത് കാണാമെന്ന് പറഞ്ഞ്. ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പിനാ പോകുന്നതെന്നാണ് അവിടെയൊക്കെ പറഞ്ഞേക്കുന്നതെന്ന്. പാവം അച്ചായനങ്ങ് തളർന്ന് കിടക്കുന്നത് ഇവനങ്ങ് ഉണ്ടാക്കി കൊടുക്കുവാന്ന് തോന്നുന്നതുകൊണ്ട് ഇവൻ പറയുന്ന അച്ചായൻ പാവം തളർന്ന് കിടക്കുന്നവൻ അവിടെ ഇരിക്കടി. ഇവൻ പറയുക സുബ്രഹ്മണ്യൻ അച്ചായൻ തളർന്ന് കിടക്കുന്നെങ്കിൽ ഇതുവഴി പോയില്ലെങ്കിൽ പെണ്ണുമ്പിള്ളയ്ക്ക് അച്ചായൻ ഉറക്കം വരത്തില്ലെന്ന് തോന്നുന്നു ഇതുവഴി പോയില്ലെങ്കിൽ. അച്ചായൻ്റെ തളർച്ച മാറുമെന്ന് തോന്നി ഈ വഴിയെ പോയാൽ. അങ്ങനെ പല പല വേലകളാണ്. ഏതവൻ്റെ ആണെടുത്തുള്ള ഒരു ബൈക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം എന്തായാലും എടുത്ത് അതിൻ്റെ ഹെൽമെറ്റ് ഇപ്പം മാറ്റി വേറെടുത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനിടയ്ക്ക് എങ്ങാണ്ട് പോയോ ഹെൽമെറ്റ് താഴെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഹെൽമെറ്റ് ഹാൻഡിലേലോട്ട് ആക്കിയിട്ടുണ്ട്. ഇല്ല അവിടെ ഇരിക്കുന്ന ബൈക്കിൻ്റെ ഹെൽമെറ്റ് ഇല്ലില്ല. അമ്മ പോയതിൻ്റെ അടുത്ത ദിവസം വരുന്നുണ്ടല്ലോ ഇവൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് വന്നതാ. അപ്പം
അപ്പം ഇങ്ങനെ പോവാൻ ഇവിടോട്ട് കൊണ്ടുവന്ന് അങ്ങ് നിർത്തി ഇവൻ അന്ന് വലിയ മൂച്ചിൽ ഈ ചോതി എന്ന് പറയുന്ന ഓട്ടോക്കാരൻ നമ്മുടെ ഗേറ്റിൻ്റെ ഏകദേശം മുന്നോട്ട്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാറ്റിയിടാനെന്ന്. അപ്പം എന്തുവാ റോഡിലാടി നിർത്തിയിരിക്കുന്നേ. ആ എന്തുവാ റോഡിലാടി നിർത്തിയിരിക്കുന്നേ നിന്റെ അമ്മയുടെ എന്ന് പറഞ്ഞോണ്ടൊക്കെ ചീത്ത വിളിക്കുക അവൻ. ആ ആ